എന്ത് ചെയ്തിട്ടാ നമുക്ക് അള്ളാഹു സ്വർഗം തരിക? നമുക്ക് സ്വർഗം കിട്ടുന്നത് എന്ത് മാനദണ്ഡത്തിലാണ്? നമ്മൾ എന്താ പടച്ചോന് കൊടുത്തത്? നമ്മൾ എന്തായിരുന്നു നമ്മൾ അള്ളാഹുവിന് കൊടുത്തത്? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർ കൊടുത്തത് സമയമായിരുന്നു. കുറഞ്ഞ കാലം ജീവിച്ചിരുന്ന പ്രിയപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ അവരുടെ വയസ്സിനേക്കാൾ കൂടുതൽ ഗ്രന്ഥങ്ങൾ ഇസ്ലാമിനു വേണ്ടി, ദീനിനു വേണ്ടി സമർപ്പിച്ചു. ആ ഗ്രന്ഥങ്ങളാണ് നമ്മളെ നേരായ വഴിക്ക് ഇപ്പോഴും നിർത്തുന്നത്. ഇത്രയും കൊല്ലം നമ്മൾ ജീവിച്ചു. എന്താ നമ്മൾ അള്ളാഹുവിന് കൊടുത്തത്? 60 വയസ്സ് 70 വയസ്സ് വരെ ജീവിച്ചിട്ട് എന്താണ് പടച്ചവന് നമ്മൾ കൊടുത്തിട്ടുള്ളത്? നമ്മൾ ചിന്തിക്കണം. നമുക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അള്ളാഹു നമുക്ക് സ്വർഗം ഇങ്ങോട്ട് തരാമെന്ന് പറയുക മാത്രമല്ല, നമുക്കുള്ള സ്വർഗത്തെ അള്ളാഹു എല്ലാ കൊല്ലവും ഒന്നുകൂടെ ദാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ അതിനെ ഇങ്ങനെ മനോഹരമാക്കിക്കൊണ്ടിരിക്കുക. അള്ളാന്റെ സ്വർഗത്തെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ പ്രത്യേകിച്ച് ഇനി അതിനെ ഒരു മോടി പിടിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ എല്ലാ റമളാൻ മാസത്തിലും യുസയ്യിനുല്ലാഹുൽ ജന്ന, അള്ളാഹു സ്വർഗത്തെ ഇങ്ങനെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കൊല്ലവും റമളാനിലെ സ്വർഗത്തെ ഇങ്ങനെ അലങ്കരിക്കാൻ വേണ്ടി അള്ളാഹു താല തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അലങ്കരിച്ച് വിധാനിച്ച് മനോഹരമായ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോ എന്താ നമുക്ക് റബ്ബിന് കൊടുക്കാനുള്ളത്? മുൻഗാമികള് സമയം കൊടുത്തു, സമ്പത്ത് കൊടുത്തു, അവര് ജീവൻ കൊടുത്തു, ജീവിതം കൊടുത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, അവരെ കൊണ്ടുപോകുന്ന സ്വർഗത്തിന്റെ പേരല്ല പറഞ്ഞു. 2 സ്ഥലങ്ങളിലാണ് അവരുടെ സ്വർഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലാഹു അവരെ പരിചയപ്പെടുത്തുന്നത്. ഇന്നൽ അബ്റാറ ലഫീ നഈം. അല്ലാഹ് പറയുന്നവർക്ക് കൊടുക്കുന്ന സ്വർഗത്തിന്റെ പേര് ജന്നാത്തുൻ നഈമ. ഇന്നൽ അബ്റാറ ലഫീ സൂറത്തുൽ മുത്തഫിഫീനിന് സൂറത്തുൽ ഇൻഫിത്താറിലും അല്ലാഹു പരിചയപ്പെടുത്തുകയാ. ആ അബ്റാരിങ്ങൾക്ക് അല്ലാഹ് കൊടുക്കുന്നത് സ്വർഗമാണ്. ആ സ്വർഗത്തിന്റെ പേര് നഈം എന്ന് പറയുന്ന സ്വർഗമാണെന്ന് ഖുർആൻ പറയുമ്പോ എന്താ സ്വർഗത്തിന് നഈം എന്ന സ്വർഗത്തിന്റെ പ്രത്യേകത എന്നറിയോ? സഹോദരങ്ങളെ, ഇന്ത്യ രാജ്യത്ത് ഇന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ വരികയാണ്. അതിൽ കേരളത്തിൽ വന്നുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. എന്തിനാണെന്നറിയോ? ഈ CAA അതുപോലെ തന്നെ NRC വിഷയത്തില് എന്റെയും നിങ്ങളുടെയും പൗരത്വം തെളിയിക്കാൻ കഴിയാതെ പോയാൽ എന്റെയും നിങ്ങളെയും സങ്കേതമായി കരുതി കൂട്ടിവെക്കുന്നത് കോൺസെൻട്രേഷൻ സെന്ററുകളാ. അവിടെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കാണാൻ പറ്റൂല. ഇതുവരെയും ഒരിക്കൽ പോലും തിരിഞ്ഞു കിടക്കാത്ത ഭാര്യ ഭർത്താക്കന്മാരെ 2 കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. പൊന്നുമോളെ, പിന്നെ വാപ്പയെ കാണാൻ പറ്റൂല. പൊന്നുമോനെ, പിന്നെ ഉമ്മയെ കാണാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണാൻ പറ്റൂല, ഭർത്താവിന് ഭാര്യയെ കാണാൻ പറ്റൂല. ഇവിടെ ആ കഥ പറയുന്നത് ആഖിറത്തിന്റെ വിഷയമല്ല, നരകത്തിന്റെ വിഷയമല്ല. ഇവിടെ ഒരു സമുദായത്തിന്റെ പേരിൽ മാത്രം പൗരത്വം നിഷേധിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ കോൺസെൻട്രേഷൻ സെന്ററുകളും ക്യാമ്പുകളും വരുമ്പോ 2 ഭാഗങ്ങളിലായി ക്യാമ്പുകൾ നിർമ്മിച്ച് അതിൽ പുരുഷന്മാരെ ഒരു ഭാഗത്തും സ്ത്രീകളെ മറ്റൊരു ഭാഗത്തും പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അറിയാം, അവർക്ക് കൊടുക്കുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ ശിക്ഷ ഭാര്യയും ഭർത്താവിനെയും തമ്മിലകറ്റലാണ്, ഉമ്മയും മകനെയും തമ്മിലകറ്റലാണ്, വാപ്പയും മകളെയും തമ്മിലകറ്റലാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടല്ലേ ആദം നബി അലൈഹിസ്സലാമിന് ഹവ്വാ ബീവിക്ക് അല്ലാഹു കൊടുത്ത ശിക്ഷ എന്തായിരുന്നു? വിലക്കപ്പെട്ട കനി സ്വർഗത്തിൽ വെച്ച് കഴിച്ചപ്പോ അവർക്ക് അല്ലാഹു കൊടുത്ത നരകമായിരുന്നില്ല. ആദം നബിക്ക് അല്ലാഹു കൊടുത്ത ശിക്ഷ അടിയായിരുന്നില്ല. ഹവ്വാ ബീവിക്ക് അല്ലാഹു കൊടുത്ത ശിക്ഷ പാമ്പുകളും തേളുമുള്ളുകളുമുള്ള നരകമായിരുന്നില്ല. ആദം നബിക്ക് ഹവ്വാ ബീവിക്കും കൊടുത്ത ശിക്ഷ എന്താണ്? ആദം നബിയെ ഹവ്വായ ബീവിയെ കാണാൻ പറ്റാത്ത നിലയിൽ അല്ലാഹു ആദം നബിയെ ഇന്ത്യയിലെ സിലോണിലെ ശ്രീലങ്കയുടെ ഭാഗമായ ഇന്ന് ശ്രീലങ്കയുടെ ഭാഗമായ അന്ന് ഇന്ത്യയുടെ ഭാഗമായ സിലോണിലെ ആദം മലയിൽ ആദം നബി ഇറക്കി. എന്നിട്ട് ഹവ്വാ ബീവിയെ സൗദി അറേബ്യയിലെ ജിദ്ദയിലും ഇറക്കി. ആ ജിദ്ദയിലുള്ള ഹവ്വാ ബീവിക്ക് ഭർത്താവ് എവിടെയാണെന്നറിയില്ല. ഇന്നത്തെ പോലെ സംവിധാനങ്ങൾ പോകിട്ടൊരു മനുഷ്യൻ പോലുമില്ല. ആദം നബിയും ഹവ്വാ ബീവിയും ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിനോ ഭാര്യയും കാണാതെ 300 വർഷക്കാലം 3 നൂറ്റാണ്ട് കരയേണ്ടി വന്നു. അങ്ങനെ കരഞ്ഞ് നടന്ന് തളർന്നവസാനം 2 പേരും എത്തിയ പ്രദേശമാണ് അറഫ. അവിടെ വെച്ചാണ് ആദം ഹവ്വയെ കാണുന്നത്. അവിടെ വെച്ചാണ് ഹവ്വാ ബീവി ആദം നബിയെ കാണുന്നത്. അവിടെ നിന്ന് നടന്നിട്ടവര് മുസ്തലിഫയിലെത്തിയിട്ടാണ് അന്ന് രാത്രി കിടന്നത്. അതാണ് മുസ്തലിഫയിലെ രാപാർക്കുക എന്ന ഹജ്ജിന്റെ അമല് വന്നത്. അവരുടെ ഭൂമിയിൽ ആദ്യ രാത്രി
അവര് സംഗമിച്ചത് എവിടെയാണ്? മുസ്ദലിഫയിലാണ്. അവര് തമ്മിൽ കണ്ടുമുട്ടിയത് അറഫയിലാണ്. അതുകൊണ്ടാണ് അറഫയ്ക്ക് അറഫ, കണ്ടു തിരിച്ചറിഞ്ഞു മനസ്സിലായി എന്ന പേര് വന്നത്. ഹവ്വാ ബീവി ഇറങ്ങിയത് ജിദ്ദയിലാണ്, അർത്ഥം ഉമ്മമ്മ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ജിദ്ദയിൽ ഹവ്വാ ബീവി ഇറങ്ങിയത് കൊണ്ട് ആ പേര് വന്നതാ. അങ്ങനെ രണ്ടുപേരെ രണ്ട് ദിക്കിലേക്കല്ല മാറ്റിയത് ഏറ്റവും വലിയ ശിക്ഷ പടച്ചോൻ കൊടുത്തതാണ്. വിലക്കപ്പെട്ട കനി സ്വർഗത്തിൽ നിന്ന് കഴിച്ചപ്പോ അവർക്കല്ല കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ ഏതാണ്? അവരെ തമ്മിൽ അകറ്റുക എന്നുള്ളതാണ്. അതാണ് വർത്തമാനകാല ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണാൻ പറ്റാതെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ നിർമ്മിച്ചുകൊണ്ട് CIയുടെയും അതുപോലെ NRCയുടെയും പേരിൽ ക്യാമ്പുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കളായ അബ്റാരികൾ കള്ള കൊടുക്കുന്ന ജന്നാത്തുൻ നഈമിന്റെ പ്രത്യേകത ഖുർആനിൽ സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹ് പറഞ്ഞതെന്തെന്നറിയോ? ഈ ജന്നാത്തുൻ നഈം എന്താണ്? അലൽ അറായികി യൻളുറൂൻ തഅരിഫു ഫീ വുജൂഹിഹിം നളറത്തുൻ നഈം. അല്ലാഹ് പറയുന്നു അലൽ അറായികി യൻളുറൂൻ. അവരിങ്ങനെ വല്ലാത്ത ഇഷ്ടമുള്ള കാണാൻ മുഞ്ചുള്ള സോപാനങ്ങളിൽ ചാരിക്കിടന്നുകൊണ്ട് അവര് മനോഹരമായി മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാ. ഏറ്റവും വലിയ സന്തോഷമല്ലേ മുഖത്ത് നോക്കിയിരിക്കാൻ പറ്റുക? എത്ര കണ്ടാലും മതി വരാത്ത ഒരു നോട്ടം നമ്മൾ മനുഷ്യരുടെ തമ്മിലുള്ള നോട്ടമാണ്. ഏത് സൗന്ദര്യമുള്ളതിനെയും കുറെ സമയം കഴിഞ്ഞാ മടുത്തു പോകും. താജ്മഹൽ നമ്മൾ കുറെ കണ്ടാ പിന്നെ അവസരം കിട്ടിയാലും പോകൂല. കൊടൈക്കനാലും ഏതായിരുന്നാലും ഏത് മനോഹരമായി നമ്മളെ വല്ലാതെ കീഴ്പ്പെടുത്തുന്ന ലഹരിയായി തോന്നുന്ന ഏത് വർണ്ണ കാഴ്ചകളുള്ളതാണേലും നമുക്ക് കുറെ സമയം കഴിഞ്ഞാ പിന്നെ അതിന്റെ മനോഹാരിത നഷ്ടപ്പെടുകയാ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, വാപ്പയെ കണ്ട് മടുത്ത മക്കൾ ഈ നാട്ടിലുണ്ടോ? മക്കളെ കണ്ട് മടുത്ത വാപ്പമാരുമ്മമാര് നാട്ടിലുണ്ടോ? ഭാര്യയെ കണ്ടിട്ട് മടുത്തുപോയ ഭർത്താവുണ്ടോ? ഭർത്താവിനെ കണ്ടിട്ട് മടുത്തുപോയ ഭാര്യയുണ്ടോ? ഇല്ല. കാരണം എത്ര കണ്ടാലും മതിവരാത്ത മടുക്കാത്ത ഒരു മുഖമല്ല കൊടുത്തതും മനുഷ്യന് മാത്രമാണ്. അല്ല പറയുന്നു അലൽ അറായികി യൻളുറൂൻ. സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരു സോപാനം അങ്ങ് നിർമ്മിക്കുകയാണ്. എന്നിട്ട് അവര് മുഖാമുഖം നോക്കിയിരിക്കുകയാ. തഅരിഫു ഫീ വുജൂഹിഹിം നളറത്തുൻ നഈം. അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അവരുടെ സന്തോഷത്തിന്റെ പാരമ്യത. എന്നിട്ട് അല്ലാഹു പറയുകയാണ് യുസ്ഖൗന മിൻ റഹീഖിൻ മഖ്തൂം. ഇന്നുവരെ ആരും പൊട്ടിക്കാത്ത മുദ്ര വെക്കപ്പെട്ട ഒരു പാനീയം അല്ലാഹു അവർക്ക് കൊടുക്കുകയാ. ഇന്നേ വരെ ഒരാളും അത് ഉപയോഗിച്ചിട്ടില്ല. അതിൽ സീൽ വെക്കപ്പെട്ടിരിക്കുകയാ, മുദ്ര വെക്കപ്പെട്ടിരിക്കുകയാ, അതിന്റെ കവർ പൊട്ടിച്ചിട്ടില്ല. അങ്ങനത്തെ മനോഹരമായ പാനീയം അവരുടെ കയ്യിലിരിപ്പുണ്ട്. ഖിതാമുഹു മിസ്ക്. അതിന്റെ സീൽ, അതിന്റെ മുദ്ര എന്തുകൊണ്ടാണ്? കസ്തൂരി കൊണ്ടാണ്. എന്നിട്ട് അല്ലാഹു അവർക്ക് കൊടുക്കും മിസാജുഹു മിൻ തസ്നീം. തസ്നീം കലർത്തിയതായ ചേരുവയുള്ള പ്രത്യേക പാനീയമാണ്. ഐന യശ്റബു ബിഹൽ മുഖറബൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കള്, പുണ്യാത്മാക്കള്, പുണ്യവാന്മാര് മാത്രം കുടിക്കുന്ന ജലാശയത്തിൽ നിന്ന് തസ്നീം എന്ന ചേരുവയുള്ള മനോഹരമായ കസ്തൂരി കൊണ്ട് മുദ്ര വെക്കപ്പെട്ട പാനീയ പാത്രങ്ങള്, പാനപാത്രങ്ങള് അല്ലാഹു അവരുടെ കയ്യിൽ കൊടുക്കുമ്പോ അതും ഏന്തിയിട്ടവര് മുഖത്തോട് മുഖം നോക്കി സന്തോഷത്തിന്റെ വദനങ്ങളുമാകട്ടെ സ്വർഗത്തിന്റെ സോപാനങ്ങളിൽ ഉല്ലസിക്കുന്ന സ്വർഗത്തിന്റെ പേരേതാ? അത് ജന്നാത്തുൻ നഈം. അത് കിട്ടുന്നത് ആർക്കാണ്? ഇന്നൽ അബ്റാറ ലഫീ നഈം. റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, മുഖറബീങ്ങളായ ഔലിയാക്കളായ ആരിഫീങ്ങളായ അബ്റാറുകൾക്കെന്ന് പരിശുദ്ധ ഖുർആൻ മരിച്ച് റൂഹ് ഇല്ലിയിലെത്തി അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് അവരെ ആനയിച്ച് അവർക്ക് സ്വർഗത്തിന്റെ സുന്ദരമായ ആ ഒരു സ്വീകരണം നൽകി സ്വർഗത്തിൽ അവരെ താമസിപ്പിച്ചു. ഇനി ആറാമതായിട്ട് അല്ലാഹു പറഞ്ഞത് എന്തിനാണ്? അവരെ സംബന്ധിച്ച് പറഞ്ഞത് അവരുടെ വിശേഷണങ്ങളെ പറ്റിയാണ്. ആ വിശേഷണമാണ് നമുക്ക് പഠിക്കേണ്ടത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ വിശേഷണങ്ങളുണ്ട്. 4 വിശേഷണങ്ങളാണ് അബ്റാറുകളെ പറ്റി അള്ളാഹ് പറഞ്ഞത്.
ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് വേറെ 2-3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയാനുണ്ട്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല ഈ അബ്റാറുകളുടെ വിശേഷണം പരിചയപ്പെടുത്തുന്നത് 4 വിശേഷണങ്ങൾ ഉള്ളവരാണ് ഈ അബ്റാറുകൾ. അങ്ങനെയാണ് പുണ്യാത്മാക്കൾ, പുണ്യവാന്മാര് ആ നിലയിലേക്ക് ഉയർന്നത്. നമുക്കും ആ വിഭാഗത്തിൽ ചേരാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കം വരുന്നില്ലല്ലോ, ഇനി ഉറങ്ങരുത്. കാരണം ആട് വാങ്ങാനുള്ളത് ഇനിയാണ്. ഇത്രയും നേരം ഉറങ്ങിയത് പോട്ടെ, ആട് കൊടുക്കേണ്ടത് ഇനിയാണ്. അതുകൊണ്ട് ഉറങ്ങരുത്. അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. മഴ അള്ളാഹു നമുക്ക് കാലാവസ്ഥ അനുകൂലമാക്കി തന്നു. ഇന്ന് രാവിലെ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. കൊല്ലം ജില്ലയിൽ തന്നെ ഒരു പ്രദേശത്തിൽ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിനെ ഒരു തീയതിയിൽ നിന്ന് ഇന്നത്തേക്ക് മാറ്റി വെച്ചതാണ്. ഇന്നലെ രാത്രി, ഇന്നലെ വൈകുന്നേരം ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചിട്ട് അവർ പറഞ്ഞു, മഴയാണ്, അതുകൊണ്ട് പരിപാടി ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ അതിനെ സ്വാഗതം ചെയ്തു. കാരണം ഇല്ലെങ്കിൽ ആ പരിപാടിക്ക് വന്നിട്ട് വീണ്ടും ഞാൻ നാട്ടിലേക്ക് പോയി വീണ്ടും വരണമായിരുന്നു. അത് മാറ്റിവെച്ചു. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു അത് 30-ാം തീയതിക്ക് മാറ്റി വെച്ചിരിക്കുന്നു. മഴ മാറുമെന്നൊരു പ്രതീക്ഷയാണ്. പക്ഷെ അൽഹംദുലില്ലാ, ഇനി മഴ പെയ്താൽ തന്നെ എല്ലാവർക്കും സൗകര്യപ്രദമാകുന്ന നിലയിൽ മനോഹരമായൊരു പന്തലിട്ട് നല്ല നിലയിൽ, ഈ ശബ്ദമുള്ളത് കൊണ്ടാണ് ഞാൻ ചൂളയിൽ നിൽക്കും പോലെയാ നിൽക്കുന്ന ചൂട്. പക്ഷേ അൽഹംദുലില്ലാ, ഈ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദമായിരിക്കും. അതുകൊണ്ട് അല്പം ചൂട് കൊണ്ടാലും കുഴപ്പമില്ല, നമ്മുടെ സദസ്സ് വളരെ ഭംഗിയാകണം എന്നൊരാഗ്രഹമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല മനോഹരമായൊരു പന്തല്, എല്ലാ സൗകര്യങ്ങളും സംഘാടകർ ഒതുക്കി. അള്ളാഹു അത് അർഹമായ കൂലി അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിന്റെ നാളെയാണ് ചോറ് കൊടുക്കുന്നത്, അന്നദാനം നാളെയാണ്. അടുത്ത വർഷത്തേക്ക് ആവശ്യമായ നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അത് ഞാൻ ചോദിക്കാം. അതിനു മുമ്പ് ഇത്രയും അവരുടെ മഹത്വങ്ങളാണ് പറഞ്ഞത്. മരിക്കുമെങ്കിൽ അബ്റാറിങ്ങളെ മരണം, അത് കഴിഞ്ഞ് റൂഹ് പോകുന്നത് ഇല്ലിഗിലാകണം, അത് കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് സൽക്കാരം നടത്തി നമ്മളെ ആനയിക്കണം, അത് കഴിഞ്ഞ് സ്വർഗത്തിൽ ജന്നാത്തു നഈം കിട്ടണം. ഇത് പറഞ്ഞിട്ട് ഇനി ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ അബ്റാർ ആവാൻ എന്തു വേണം? നാളെ ഔലിയാക്കളായി നമുക്ക് മാറാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മൾ ഔലിയാക്കളാക്കട്ടെ. ഒരു മടിയും വേണ്ട. ആമീൻ പറഞ്ഞോ. അള്ളാഹു നമ്മൾ ഔലിയാക്കളാക്കട്ടെ. ആര് പറഞ്ഞു ഔലിയാ ആകാൻ നമുക്ക് വലിയാകാൻ പറ്റൂല? നമുക്ക് വലിയാകാൻ പറ്റും. നമ്മളിപ്പോ വലിയാണ്, അത് ഉറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ കൂർക്കം വലി, അല്ലാത്ത വലിയല്ല. വലിയാകണം, അള്ളാഹുവിന്റെ അടുപ്പക്കാരനാകണം. അതിന് 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. തീരുമാനമെടുത്തോ. അള്ളാഹു ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹ് പറയുകയാണ്, യൂഫൂന ബിന്നദർ വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതിറാ ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. ഈ 4 വിശേഷണങ്ങളാണ് പടച്ചവൻ പറഞ്ഞത് അബ്റാരിങ്ങളുടെ വിശേഷണമായി. എന്തായി 4 പ്രത്യേകതകളെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. കഴിയാത്തതൊന്നും പടച്ചവൻ ഇന്നേവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല. എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, കഴിയും നമുക്ക് ചെയ്യാൻ സാധ്യമാണ്. അല്ലാത്തതൊന്നും അല്ലാഹു പറഞ്ഞിട്ടില്ല. ചെറുപ്പക്കാരെ, ദീനിനോടൊപ്പം പരിശുദ്ധ ദീനിന്റെ കാവൽ ഭടന്മാരായി ചേർന്ന് നിൽക്കണം. ഒരുപാട് മോശപ്പെട്ട കാലത്തിലാണ് നമ്മളുള്ളത്. ഇന്നിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു വാർത്ത, പാവം, ചിത്രത്തിൽ പോലും ഇല്ലാത്തൊരു മഴതനി, ഒരു പാവപ്പെട്ട സാധുവായ ഒരു മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റം അനുഭവിച്ചു. തന്റെ യൗവനം മുഴുവനും കാരിരുമ്പഴികൾക്കുള്ളിൽ അദ്ദേഹം അർപ്പിച്ചു. ആ നിലയിൽ പീഡന പർവ്വങ്ങൾ ഏറ്റുവാങ്ങി ഒരു വലിയ ആജാനബാഹുവായിരുന്ന ആ മനുഷ്യൻ ഇന്ന് ശോഷിച്ച് ഒരു അസ്ഥിപഞ്ചരമായി തിരിച്ചെത്തിയപ്പോൾ വീണ്ടും പിടാതെ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് അദ്ദേഹമാണ് കേരളത്തിൽ തീവ്രവാദം വളർത്തിയതെന്ന് പറയുന്നു.
അദ്ദേഹം തീവ്രവാദം, ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല, അദ്ദേഹം തീവ്രവാദം എങ്ങനെയാണ് വളർത്തുക? അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യ വിഭാഗത്തിന്റെ, ദളിത് വിഭാഗത്തിന്റെ, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആ വിഷമങ്ങൾ, അവരുടെ അനുഭവങ്ങൾ ഉറക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞു എന്നൊരു തെറ്റേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അതൊരു തെറ്റാണ് എന്ന് ലോകത്താരും പറയുകയുമില്ല. പക്ഷേ അദ്ദേഹം അത് തെറ്റാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ലോകത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന എല്ലാ കലാപങ്ങളെയും അദ്ദേഹം ഉറക്കെ തന്റെ വേദികളിൽ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് മുസ്ലിം ചെറുപ്പക്കാരെ ദീനിലേക്ക് അടുപ്പിക്കുകയും ആ ദീനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അതിനെ ശക്തമായ രീതിയിൽ എതിർക്കണം, പ്രതിരോധിക്കണമെന്ന് പഠിപ്പിച്ചു. അല്ലാതെ അക്രമം അഴിച്ചു വിട്ടതല്ല. ഇതിന്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കിയത് ആ ഗ്രന്ഥത്തിന് 50,000 കോപ്പി അധികം വിൽക്കും. കാരണം ഇപ്പൊ എല്ലാവർക്കും ആ ഗ്രന്ഥത്തിൽ എന്താ പറയുന്നതെന്ന് അറിയാനുള്ള ജിജ്ഞാസയായി. 50,000 കോപ്പി അധികം പോകേണ്ടി വരും. ആ നിലയിൽ ഒരു ബിസിനസിന്റെ ഒരു വഴിയായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏതായിരുന്നാലും കാലഘട്ടം വളരെ മോശമാണ് എന്ന തിരിച്ചറിവ് എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. ചെറുപ്പക്കാരെ, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചോ. ഇനി ഈമാനില്ലാതെ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. പേരുമതി. അതുകൊണ്ട് മുഅ്മിനായി, ഈമാനുള്ളവനായി മാറിക്കോ. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, അള്ളാഹ് പറയുകയാണ്, 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമോ എന്നാൽ നിങ്ങൾക്ക് അബ്റാരിങ്ങളിൽ പെടാൻ കഴിയും. അതിൽ ഒന്നാമത്തേത് പടച്ചവൻ പറയുന്നു, യൂഫൂന ബിന്നദിരി, കടമകൾ നിർവഹിക്കുന്നവനാണ്, കടമകൾ പൂർത്തീകരിക്കുന്നവനാണ്, നേർച്ചകൾ പൂർത്തീകരിക്കുന്നവനാണ്, കടമ പൂർത്തീകരിക്കുന്നവനാണ്. ഭാര്യയോടൊരു കടമയുണ്ട്, ഭർത്താവിനോട് കടമയുണ്ട്, മാതാപിതാക്കളോട് കടമയുണ്ട്, മക്കളോട് കടമയുണ്ട്, അയൽവാസിയോട് കടമയുണ്ട്, ശിഷ്യന്മാരോട് കടമയുണ്ട്, ഉസ്താദുമാരോട് കടമയുണ്ട്, തന്നെ കേൾക്കുന്നവരോട് കടമയുണ്ട്, തന്നെ ക്ഷണിച്ചവരോട് കടമയുണ്ട്. ഈ കടമകൾ പാലിക്കുന്നവനാണ് വിശ്വാസി, അവനാണ് യൂഫൂന ബിന്നദിരി. അല്ല പറയുന്ന കടമകളും കടപ്പാടുകളും നിറവേറ്റുന്നവനാണ്. ആ കടമകളും കടപ്പാടുകളും നിറവേറ്റുന്നവനാണ്. അള്ളാഹുവിന്റെ വലിയാകാനുള്ള ഒന്നാമത്തെ ക്വാളിറ്റി അതാണ്. നമ്മൾ മനസ്സിലാക്കി എന്താണ്? പെണ്ണും കെട്ടി വീട്ടിലാക്കിയിട്ട് ഒരു വലിയ പച്ച പട്ടുമൊക്കെ എടുത്തിട്ട് വലിയ തസ്ബിയൊക്കെ എടുത്ത് പിടിച്ച് അറാക്കിന്റെ ഒരു ചെറിയ കഷ്ണമൊക്കെ എടുത്ത് ഒരു തൊപ്പിയൊക്കെ വെച്ച് നേരെ മലയിലോട്ട് കയറി പിന്നെ അവിടെ അങ്ങിരിക്കണം. ഭാര്യയും വേണ്ട, മക്കളും വേണ്ട. അതാണോ? ഇന്നലി സൗജിക്കാലേക്ക് ഹക്ക, നിന്റെ ഭാര്യയോട് നിനക്കൊരു കടപ്പാടുണ്ട്. ഇന്നലി ഐനിക്കാലേക്ക് ഹക്ക, ഉറങ്ങാതെ കണ്ണും തുറന്നിരുന്ന് പടച്ചോനെ ദിക്റുതെല്ലാൻ അല്ല പറയുന്നില്ല. ഇന്നലി ഐനിക്കാലേക്ക് ഹക്ക, നിന്റെ കണ്ണുകളോട് നിനക്ക് ബാധ്യതയുണ്ട്. ഇന്നലി ജസദിക്കാലേക്ക് ഹക്ക, ഞാൻ ഇനി ഒരിക്കലും ഉറങ്ങില്ല, നിന്നുകൊണ്ട് നിസ്കാരം തുടങ്ങാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ആരും അങ്ങനെയൊന്നും ശരീരത്തെ ഇടങ്ങേറാക്കണ്ട. കാരണം ഇന്നലി ജസദിക്കാലേക്ക് ഹക്ക, നിന്റെ ശരീരത്തോട് നിനക്കൊരു ബാധ്യതയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ഇന്നലി സൗരിക്കാലേക്ക് ഹക്ക. ചില ശൈഖന്മാരുടെ കാര്യം പറയുന്നത് അദ്ദേഹത്തിനെ കാണാൻ കിട്ടൂല. അദ്ദേഹത്തിനെ കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സൗഭാഗ്യമാണ്. അദ്ദേഹം അങ്ങനെ ജനങ്ങളുടെ മുമ്പിലൊന്നും വരൂല. ജനങ്ങളുടെ മുമ്പിൽ വരില്ലെങ്കിൽ പാറയുടെ കയറി ഇരിക്കണം. റസൂലുള്ള പഠിപ്പിച്ച എന്താണ്? ഇന്നലി സൗരിക്കാലേക്ക് ഹക്ക, നിന്റെ വിസിറ്റേഴ്സിനോട് നിനക്കൊരു ബാധ്യതയുണ്ട്. ആ വിസിറ്റേഴ്സ് തന്നെ കാണാൻ വരുന്നവരെ മനോഹരമായ നിലയിൽ സൽക്കരിച്ചാൽ മാത്രമേ നിനക്ക് ആരാകാൻ പറ്റൂ? അബ്റാറാകാൻ പറ്റൂ. അബ്റാറായാലേ വലിയാകാൻ പറ്റൂ. ഒന്നാമത്തെ കടമ തന്നെ അല്ല പറഞ്ഞത് യൂഫൂന ബിന്നദിരി, കടപ്പാടുകൾ പൂർത്തീകരിക്കണമെന്നാണ്, കടമ നിർവഹിക്കണമെന്നാണ്. നബി തങ്ങൾ ആരെങ്കിലും മുസാഫഹത്ത് ചെയ്താൽ നമ്മളിപ്പോ ബറക്കത്ത് കൊടുത്ത് തേച്ചുകൊണ്ട് പോകാൻ, കാരണം സമയമില്ല. നമ്മൾ വലിയ ആളുകളായപ്പോ കയ്യിൽ പിടിക്കുന്ന ആളുകളെ കയ്യിൽ ഇങ്ങനെ തേച്ച് ബറക്കത്ത് കൊടുത്തോണ്ട് പോവാൻ. അഷ്റഫുൽ ഖൽക്കിന്റെ കയ്യിൽ ആരെങ്കിലും പിടിച്ച ആള് വിടുന്നത് വരെ റസൂലുള്ള കൈവിടില്ലായിരുന്നു. നബിതങ്ങളെ പറ്റി പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നബിതങ്ങളുടെ ശൈലി അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിടിച്ച ആള് കൈവിടുന്നത് വരെ വിടില്ല. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ കടമകൾ പൂർത്തീകരിക്കുന്നവനാണ്. യൂഫൂന ബിന്നദർ, കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കുന്നവരാണ്. ആളുകളോട് നമുക്കൊരു ബാധ്യതയുണ്ട്. പടച്ചവരോടുള്ള ബാധ്യതകൾ ഒരുപക്ഷെ വീഴ്ച വന്നു പോയാലും, ഇബാദത്തിൽ വീഴ്ച വന്നു പോയാലും, നമസ്കാരത്തിൽ കുറവ് വന്നു പോയാലും, നോമ്പിൽ വീഴ്ച വന്നു പോയാലും പടച്ചവനോട് കരളൊരുക്കി ദുആ ചെയ്താ പടച്ചോ മാപ്പ് തരും. പക്ഷേ പടപ്പുകളോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കാത്തവന് പടച്ചോ മാപ്പ് കൊടുക്കില്ല. അതുകൊണ്ടല്ലേ നബി തങ്ങളുടെ മുന്നിൽ വന്ന് പറയുകയാണ്, അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരാൾ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഇബാദത്ത് ഏതാ?
ഏതാ? അള്ളാന്റെ റസൂൽ ഒരു ഇബാദത്തിനെ പഠിപ്പിച്ചു കൊടുത്തപ്പോ തിരിച്ചു ചോദിച്ചു, നബി അതിന് കഴിഞ്ഞില്ലെങ്കിലോ? അടുത്ത ഇബാദത്ത് പറഞ്ഞു കൊടുത്തു, അതിന് സാധിച്ചില്ലെങ്കിലോ? മൂന്നാമത് റസൂലുള്ള പറഞ്ഞതെന്താണ്? നീ ജനങ്ങൾക്ക് ഇടങ്ങേറാക്കാതിരിക്കുന്നതും ഇബാദത്താണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും വേണ്ട, ആരെയും ഉപദ്രവിക്കാതെ മര്യാദക്കിരിക്കോ, അതും ഇബാദത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്തല്ലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സയ്യിദന്മാരുടെ പള്ളിയാണ്. നോട്ടീസിലുള്ളത് തന്നെ അങ്ങനെയാ, തങ്ങളുടെ തയ്ക്കാവും, തങ്ങളുടെ തയ്ക്കാവാണ്. അപ്പൊ അതുകൊണ്ട് സ്വലാത്തിന് യാതൊരു കുറവും വരുത്തണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നും ചെയ്യാതെ ആർക്കും ഒരു ഉപകാരവും ചെയ്യണ്ട, ആർക്കും ഉപദ്രവിക്കാതിരുന്നാൽ മതി. അത് ഇബാദത്താണെന്ന് ആരംഭപ്പൂവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നേർച്ചകൾ പൂർത്തീകരിക്കും എന്ന് പറഞ്ഞാൽ കടമകൾ, ബാധ്യതകൾ സമ്പൂർണമായി പാലിക്കും. രണ്ടാമത് അല്ലാഹ് പറയുകയാണ്, രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? യഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതിറാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന വാക്ക് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. ഒരു ദിവസത്തെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്തുന്നത് കാന ശർറുഹു മുസ്തതിറാ. അന്ന് വിപത്തുകൾ ഇങ്ങനെ പറന്നു നടക്കുമെന്നാണ്. മുസ്തതിറാ ഇങ്ങനെ ചിറക് വിടർത്തിയിട്ട് പറന്നു നടക്കുമെന്നാണ്. ആ ദിവസം ഏതാണ്? അത് ഈ കാലഘട്ടമല്ല. ശർറ് പറന്നു നടക്കുന്ന, വിപത്ത് പറന്നു നടക്കുന്ന, ഫിത്ന പറന്നു നടക്കുന്ന കാലം ഇതല്ല. അതേതാണ്? യഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതിറാ. ആഖിറത്തെ പറ്റിയാണ് പടച്ചവനെ പരിചയപ്പെടുത്തുന്നത്. അന്നത്തെ വിപത്ത് വല്ലാത്ത വിപത്താ, അന്നത്തെ പ്രയാസം വല്ലാത്ത പ്രയാസമാ, അന്നത്തെ നാശം വല്ലാത്ത നാശമാണ്. ആ നാശത്തെ നിങ്ങൾ പേടിക്കലാണ്. ചോദിക്കട്ടെ ചാത്തിനാങ്കുളത്തുകാരാ, ആഖിറത്തെ പറ്റി നിങ്ങൾക്ക് വല്ലതും അറിയോ? ഞാൻ 1000 വട്ടം പറയാ, എന്നെ കേൾക്കുന്ന തക്കാവില് ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ, ഈ അനുഗ്രഹീതമായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ എന്നെ കേൾക്കുന്ന ഒരു പുരുഷന്മാർക്കും ആഖിറത്തെ പറ്റി അറിയില്ല. എന്നെ കേൾക്കുന്ന സഹോദരിമാർക്കും അറിയില്ല. ഈ വേദിയിരിക്കുന്ന ഉസ്താദുമാർക്കും അറിയില്ല. ഈ പറയുന്ന എനിക്കും അറിയില്ല. കാരണം എന്റെ വാക്കല്ല, മുത്തുനബി പഠിപ്പിച്ചതെന്തെന്നറിയോ? ലൗ യഅലമിൽ മർഉ മാ യഅതീഹി ബഅദൽ മൗത്. മരണത്തിന് ശേഷമുള്ള പരലോകത്തിന്റെ ഘട്ടത്തെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുമായിരുന്നെങ്കിൽ മാ അകല അകലതൻ വലാ ശരിബ ശർബതൻ ഇല്ലാ വഹുവ യദ്രിബു അലാ സദ്രിഹി വയബ്കി. അഷ്റഫുൽ ഖൽഖ് പറയുകയാണ്, ഇമാം ത്വബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആരെങ്കിലും ഒരാൾ മരണശേഷമുള്ള ജീവിതത്തെ പറ്റി എന്തെങ്കിലും അറിയുമായിരുന്നെങ്കിൽ, വാപ്പ മരിച്ച മക്കളെ, ഭർത്താവ് മരിച്ച ഭാര്യ, ഭാര്യ മരിച്ച ഭർത്താവേ, മരണപ്പെട്ടു പോയ വാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയ മക്കളോട് ചോദിക്കുകയാ, അവരുടെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്കറിയോ? മരിച്ചതിന് ശേഷം എന്താ ഖബറിൽ നടക്കുന്നത്? അവിടെ നിന്ന് സിറാത്തിൽ എന്താണ്? അവിടെ നിന്നും മഹ്ശറയിൽ എന്താണെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഹബീബായ മുസ്തഫായ നബി പറയുകയാണ്, അവരൊരുള ഭക്ഷണം കഴിക്കില്ല, വലാ ശരിബ ശർബ, ഒരു കവള വെള്ളം കുടിക്കില്ല, ഇല്ലാ വഹുവ യബ്കി വയദ്രിബു അലാ സദ്രിഹി. നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടല്ലാതെ കുടിക്കാനും തിന്നാനും അവർക്ക് കഴിയില്ലെന്ന് ഇന്നേവരെ കളവ് പറയാത്ത മുഖ്ബിറേ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചു, വൈകുന്നേരം ചായ കുടിച്ചു, ഞാൻ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണ്? മരണശേഷം എന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ച്, ഒരുപക്ഷെ രാത്രിയിലെ ഭക്ഷണം കഴിച്ച്, ഡിന്നർ കഴിച്ചുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്നവരാകാം. പക്ഷേ നിങ്ങൾ വൈകുന്നേരം ഭക്ഷണം കഴിച്ചപ്പോ കരഞ്ഞില്ലല്ലോ. എന്താ കരയാത്തത്? എന്താ കരയാത്തത്? ഈ വേദിയിരിക്കുന്ന ഉസ്താദുമാര് കരഞ്ഞിട്ടില്ല, അവരും ഭക്ഷണം കഴിച്ചു വന്നു. എന്തുകൊണ്ടാണ് കരയാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ്? പരലോകത്തെ പറ്റി നമുക്ക് അറിയാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പരലോകത്തെ പറ്റി നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ, ആ
അറിയിപ്പ് നമുക്ക് അല്ലാഹു തരുമ്പോ പടച്ചതമ്പുരാന്റെ അള്ളാന്റെ ഹബീബിന്റെ നാവിലൂടെ ലോകത്ത് പഠിപ്പിക്കുമ്പോ അത് അറിയേണ്ട വിധം നമ്മൾ പഠിച്ചിട്ടില്ല. പഠിച്ചിരുന്നുവെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കില്ല, ഒരു തുള്ളി വെള്ളം നമ്മൾ കുടിക്കില്ല, ജനപാനം നടത്തില്ല, ഒരു കവിള് ഭക്ഷണം നമ്മൾ കഴിക്കില്ല. കരഞ്ഞിട്ടും നെഞ്ചത്തടിച്ചിട്ടുമല്ലാതെ കഴിക്കാനും കുടിക്കാനും കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ദിവസത്തെയാണ് പേടിക്കേണ്ടത്. യഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. ഇങ്ങനെ ശർറ് പറന്ന് നടക്കുന്ന ദിവസത്തെ പേടിക്കലാണ്. വിശദീകരിക്കുന്നില്ല. മൂന്നാമതായിട്ട് ഖുർആൻ പറയുന്നു, മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? ആഖിറത്തെ പറ്റി ഭയമാണ് രണ്ടാമത്തേത്. ഒന്ന് ഇബാദത്തുകൾ അഥവാ പൂർണ്ണമായി നമ്മൾ ചെയ്യുന്ന കടമകൾ. ഇനി മൂന്നാമത് അല്ലാഹു പറയുന്നത് വയുതഇമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവര് സ്വന്തമായി കഴിച്ചിട്ട് മറ്റുള്ളവരെ പരിഗണിക്കാത്തവരൊന്നും അല്ല. ഔസുൽ അഅ്ലമിന്റെ ഒരു വാക്ക് മാത്രം മതി നമുക്കത് മനസ്സിലാക്കാൻ. ഔസുൽ അഅ്ലം എന്താ പറഞ്ഞത്? ഫതഷ്തുൽ അമാല കുല്ലഹ. ഇസ്ലാമിന്റെ കർമ്മ അനുഷ്ഠാനങ്ങളെ മുഴുവനും ഞാൻ തലനാരിഴ പരിശോധന നടത്തിയപ്പോൾ ഫമാ വജത്തു അഫ്ളല മിൻ ഇത്ആമി തആം. ഭക്ഷണം കൊടുക്കുന്നതിനോളം പുണ്യമുള്ള അമല് ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും ശ്രേഷ്ഠമായ അമല് ഞാൻ മനസ്സിലാക്കിയത് ഭക്ഷണം നൽകലാണ്. ഭക്ഷണം കൊടുക്കണം. ആർക്ക്? ആർക്ക്? ഞാൻ ഒരു ചെറിയ കാര്യം പറയട്ടെ. ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. വലിയ പണക്കാരുടെ കല്യാണം വിളിക്കുന്ന ആരെയാണ്? സമ്പന്നന്മാരുടെ കല്യാണം വിളിക്കുന്നത് ആരെയാണ്? ഒരു ജില്ലയില്, ഞാൻ ആ ജില്ല പറയുന്നില്ല തൽക്കാലം, ലൈവ് ഉള്ളത് കൊണ്ടാണ്, പേടിച്ചിട്ടല്ല, ആവശ്യമില്ലാത്തത് കൊണ്ട്. ആ ജില്ലയില് ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തത് ഒരു MLA ആണ്. അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത്, ഈ നാട്ടിലെ ഒരു പ്രമുഖനായ വ്യവസായി എന്നെ കല്യാണം വിളിച്ചു. കല്യാണം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, അന്ന് സഭയുള്ള ദിവസമാണ്, വരാൻ പറ്റൂല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ വീട്ടിന്റെ മുമ്പിൽ ആ നൈം ബോർഡുള്ള വണ്ടി ഒന്നിട്ടേക്കണം, അതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ. മോളെ കല്യാണത്തിന് മന്ത്രിമാരുടെ വണ്ടി, MLA-മാരുടെ വണ്ടി, അതിങ്ങനെ വീട്ടുമുറ്റത്ത് കിടക്കുന്നത് വലിയ ആഗ്രഹമാണ്. വിശക്കുന്നവനെ കല്യാണത്തിന് വിളിക്കൂല, വയറ് നിറഞ്ഞവനെ മാത്രം കളിക്കുന്ന കല്യാണമാണ് ഇന്നത്തെ കല്യാണങ്ങൾ. ആർക്കും വേണ്ടാത്തൊരു സമൂഹമാണ് പാവപ്പെട്ടവൻ. അവരെ ആരും കല്യാണത്തിനും വിളിക്കില്ല, അവർക്ക് ഭക്ഷണവും കൊടുക്കില്ല. വിളിക്കുന്നത് ആരെയാണ്? നല്ല പളപളപ്പുള്ള. ഇതിനെ നല്ല ബുദ്ധിജീവികൾ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയോ? പൊരിക്കാത്ത പപ്പടവും പൊരിച്ച പപ്പടത്തോടാണ്. ഈ പാവപ്പെട്ടവൻ പൈസയൊന്നും ഇല്ലാത്തവൻ പൊരിക്കാത്ത പപ്പടം പോലെയാണ്. പൊടിയും പിടിച്ച് എടുത്തിട്ട് അവിടെ കിടക്കും, അപ്പുറത്തെടുത്തിട്ട് അവിടെ കിടക്കും, അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കിടക്കും. അതാണ് പൊരിക്കാത്ത പപ്പടം, അല്ലേ? പൊടിയും പിടിച്ച് ഒരു കാണാൻ രസവും ഇല്ല, ഒന്നുമില്ല. പൊരിച്ച പപ്പടമാണെങ്കിലോ നല്ല ഗോൾഡൻ കളർ, തൊട്ടാൽ പൊളപൊള ശബ്ദം, കാണാൻ എന്ത് മൊഞ്ചാണ്, എടുത്തു വെച്ചാൽ എന്തൊരു ഗമയാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പൊരിക്കാത്ത പപ്പടം 10 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നെടുത്ത് താഴെ എറിഞ്ഞാലും അതിന് ഒരു ദോഷം ഉണ്ടാവില്ല, അങ്ങനെ തന്നെ നിലത്ത് കിടക്കും. പക്ഷേ ഒരു നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും എടുത്തെറിയണ്ട, ഇരിക്കുന്ന പ്ലേറ്റിൽ നിന്ന് ചോറിന്റെ മുകളിൽ ഇരിക്കുന്ന പപ്പടം അറിയാതെ കയ്യൊന്ന് തട്ടി ആ തീൻമേശയിലൊന്ന് വീണാ മതി, പപ്പടം 10 കഷ്ണാവും, അല്ലേ? പൊരിച്ച പപ്പടം. നാശം എപ്പോഴും പണക്കാരനാ. പാവപ്പെട്ടവന് കോവിഡ് വന്നാലും പ്രശ്നമല്ല, എന്ത് വന്നാലും അവന് പ്രശ്നമല്ല. കാര്യം എന്താ? അവനിൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. വിശക്കുന്നവനെ മാറ്റി നിർത്തുകയാണ്. വയറ് നിറഞ്ഞവനെ മാത്രം വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്ന കല്യാണങ്ങളായി സൽക്കാരങ്ങളായി മാറുന്നു. അതിൽ കാര്യമില്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹു പറയുകയാണ്, ഭക്ഷണം കൊടുക്കേണ്ടത് ആർക്കാണ്? വയുതഇമൂന തുആമ അലാ ഹുബ്ബിഹി
ആദ്യമേ അല്ല പറഞ്ഞത് നിനക്ക് വയറ് നിറഞ്ഞിട്ട് ബാക്കി കൊടുക്കുന്നതല്ല. വലിയ വലിയ മുതലാളിമാരുടെ കല്യാണത്തിന് ചോറ് ചെമ്പ് ബിരിയാണികൾ വെക്കാറുണ്ട്. അതിൽ 2 or 3 ചെമ്പ് ബിരിയാണി മിച്ചം വന്നാ അത് പാവപ്പെട്ട നാട്ടുകാർക്ക് കൊടുക്കൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാമ്പിൽ കഴിയുന്നവർക്ക് കൊടുക്കൂ, അതുമല്ലെങ്കിൽ പള്ളിയിലെ ദർസിലെ മുത്തഅല്ലിമീങ്ങൾക്ക് കൊടുക്കൂ. എടോ സമ്പന്ന, ആദ്യം നീ കൊടുക്കേണ്ടത് ഈ പാവങ്ങൾക്കല്ലേ. അവരല്ലേ വിശന്ന് കഴിയുന്നത്, അവരല്ലേ പട്ടിണി കിടക്കുന്നത്. അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്കല്ലേ ആദ്യം കൊടുക്കേണ്ടത്. എല്ലാവർക്കും കൊടുത്തിട്ട് ബാലൻസ് വരുന്നത് കൊടുത്താ പോരാ. അല്ലാഹ് പറയുന്നു യുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി, കഴിക്കാൻ നീ ആഗ്രഹിച്ചിരിക്കുമ്പോ കൊടുക്കണം, അതിനാണ് കൂലിയുള്ളത്. നിനക്ക് മോഹം വരുന്ന സമയത്ത് നീ കൊടുക്കണം. നട്ടുച്ച നേരത്തെ വിശന്നിട്ടിയ വയറുമായിട്ട് വന്നപ്പോ ഒരു പ്ലേറ്റ് ആഹാരം നിന്റെ മുന്നിലെത്തി. ആ സമയത്ത് നിനക്ക് മറ്റുള്ളവന് വിശക്കുന്നു എന്ന് ബോധം വരുമ്പോ അവന് കൊടുക്കാനുള്ളൊരു മനസ്സ് നിനക്കുണ്ടോ? ആ മനസ്സുണ്ടെങ്കിൽ നീ അള്ളാന്റെ വിലായത്തിന്റെ പദവി എത്തിച്ചേരുന്നവനാണ്, അള്ളാഹുവിന്റെ അബ്റാരിങ്ങളിൽ പെടുന്നവനാണ്. അല്ലാത്ത പക്ഷം നിനക്ക് അബ്റാരിങ്ങളിൽ പെടാൻ സാധ്യമല്ല. അറിയുമോ സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹു ആരായിരുന്നു അലി എന്നറിയോ? ഫാത്തിമത്ത സഹ്റ റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ഹബീബായ നബി തങ്ങളുടെ മരുമകനല്ലേ ഫാത്തിമ ബീവി എന്ന റസൂലുള്ളാഹിന്റെ ഫോട്ടോ സ്റ്റാറ്റ് അള്ളാന്റെ ഹബീബിനെ സ്കാൻ ചെയ്തെടുത്തതുപോലെ സൗന്ദര്യമുള്ള, അവിടത്തെ ചുണ്ടും അവിടത്തെ ശരീരവും അവിടത്തെ മുഖത്തിന്റെ കാന്തിയും അവിടത്തെ ശരീരത്തിന്റെ സൗകുമാരിതയുമുള്ള ഫാത്തിമത്ത സഹ്റ റളിയല്ലാഹു തആല അൻഹയെ ഒരു തട്ടിൽ വെച്ച് അടുത്ത തട്ടിൽ തുലാഭാരം നടത്തി. അടുത്ത 10 തട്ട് നിറയെ സ്വർണ്ണാഭരണം അങ്ങോട്ട് മഹർ കൊടുക്കാൻ ഒരുപാട് സമ്പന്ന കുബേരന്മാരുണ്ടായിരുന്നിട്ടോ അള്ളാന്റെ ഹബീബ് കണ്ടെത്തിയത് മലയിൽ ചെന്ന ഇദ്ദഹർ പുല്ലുവെട്ടിക്കൊണ്ടുവന്ന മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന പൊക്കം കുറഞ്ഞ അലിഗിനെയാണ്. അലി റളിയല്ലാഹു തആല അൻഹു അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചെറിയ കുട്ടികളിൽ ആദ്യത്തെ ആളുമാണ് അലി റളിയല്ലാഹു തആല അൻഹു. സഹോദരങ്ങളെ, പട്ടിണി കിടക്കുന്ന രാത്രികളാ അലി തങ്ങൾക്കുള്ളത്. ഫാത്തിമ ബീവി പട്ടിണിയാണ്, അലി തങ്ങൾ പട്ടിണിയാണ്, ഹസൻ ഹുസൈൻ തങ്ങൾ പട്ടിണിയാണ്. ആ സമയത്ത് അലിയാര് തങ്ങൾ പട്ടിണി മാറ്റാൻ ഒരു ജൂതന്റെ വീട്ടിൽ പണിക്ക് പോവുകയാ. അവിടെ പണിയെടുത്തിട്ട് കിട്ടിയ ഒരു കൈ നിറയെ ഗോതമ്പ്, ആ കൂലിയായി കിട്ടിയ ഒരു കൈ നിറയെ ഗോതമ്പ്, ആ ഗോതമ്പുമാകിട്ട് ഫാത്തിമയുടെ കൈവശം കൊടുത്തിട്ട് പറഞ്ഞു, ഫാത്തിമ ഇത് 3 ദിവസം നമുക്ക് കഴിക്കേണ്ടതാണ്, 3 ദിവസം നമുക്ക് കഴിക്കാൻ ഇതുകൊണ്ട് സാധിക്കണമെന്ന് പറഞ്ഞ് കുറച്ച് ഗോതമ്പ് കിട്ടിയ, കൂലി കിട്ടിയ ഗോതമ്പ് അത് ഫാത്തിമ എന്ന പ്രിയപ്പെട്ടവളെ ഏൽപ്പിച്ചിട്ട് അലിയാർ തങ്ങള് വേറെ ഇബാദത്തുകളിൽ വ്യാപൃതനാകുമ്പോ ഫാത്തിമ അതിനെ 3 പകുത്തു വെച്ചു. എന്നിട്ട് അതിന്റെ ഒരു ഭാഗം അതാ പാകം ചെയ്തു. അതെടുത്ത് കഴിക്കാൻ അലിയാർ തങ്ങൾക്ക് കൊടുക്കുമ്പോ അന്നവർക്ക് നോമ്പായിരുന്നു എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാ. ആ നോമ്പ് മുറക്കുന്ന സമയത്ത് തീന്മേശയിൽ എടുത്തു വെക്കുമ്പോ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയുടെ വിരിപ്പില്, ഫാത്തിമയുടെ സുപ്രയിൽ ഭക്ഷണം എടുത്തു വെച്ച് അലി ആവേശത്തോടെ കഴിക്കാനിരിക്കുമ്പോ അതാ കതകിനെ മുട്ടുകയാണ്. ആരെന്നറിയില്ല. കതക് തുറന്നു കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ വീട്ടുമുറ്റത്ത് വന്ന് കതകിനെ മുട്ടിയത് ആരെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ, പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെച്ച ആഗ്രഹത്തോടെ തന്റെ മുന്നിലെത്തിയ ഭക്ഷണം കഴിക്കുമ്പോ അത് ആർക്കാണോ കൊടുക്കുന്നത് അവനാണ് വിലായത്തിന്റെ പദവി കരസ്ഥമാക്കിയവനെന്ന് ഖുർആൻ പറഞ്ഞെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ ഒരു വലിയനെ പരിചയപ്പെടുത്തുകയാ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കതക് തുറന്നു നോക്കുമ്പോ അതാ മുന്നിൽ നിൽക്കുന്നത് ഒരു മിസ്കീനായ മനുഷ്യനാ, ഒരു മിസ്കീനായ മനുഷ്യനാണ്, അഗതിയായ പാവപ്പെട്ടവനാണ്. കണ്ണ് കുടിഞ്ഞ് കവളൊട്ടിയിട്ട് വയറൊട്ടിയിട്ട് എല്ലും വിശന്ന വിശപ്പിന്റെ കോലമായി നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണുകയാ. അലിയാർ തങ്ങൾ പെട്ടെന്ന് പാകം ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗോതമ്പെടുത്തുകൊണ്ട് ആ പാവപ്പെട്ടവന്റെ കയ്യിലേക്ക് കൊടുത്തു. സന്തോഷത്തോടെ വാങ്ങിയിട്ടവൻ അവിടെ നിന്ന് പോവുകയാ. അമ്മ ഫാത്തിമ ബീവിയും അലിയാർ തങ്ങളും പട്ടിണി കിടന്നു. പിറ്റേ ദിവസം 2ാമത്തെ ഭാഗം ആ ഗോതമ്പെടുത്ത് പാകം ചെയ്യുകയാ. അമ്മ കഴിക്കാൻ വേണ്ടി മുന്നിലേക്ക് എടുത്തു വെക്കുമ്പോ ആരോ കതകിനെ മുട്ടിച്ചെന്ന് തുറന്നു നോക്കുമ്പോ ഒരു യതീമാണ്, ഒരു അനാഥനാണ്, വാപ്പയില്ലാത്ത പൊന്നുമോനാണ്. വാപ്പയുണ്ടെങ്കിൽ തെണ്ടാനിറങ്ങില്ല. വിശപ്പിന്റെ വിളിയാള മൂലം ഒരു പൊന്നുമോന് ഭക്ഷണം കഴിക്കാൻ വന്ന് നിൽക്കുകയാ. അവന് ഇരിക്കുന്ന ഭക്ഷണം എടുത്തു കൊടുത്തു അലിയാർ തങ്ങള്.
എന്നിട്ട് അന്നും പട്ടിണി കിടന്നു. മൂന്നാമത്തെ ദിവസം അവശേഷിക്കുന്ന ഗോതമ്പെടുത്ത് പാകം ചെയ്തു. അല്ലാ കഴിക്കാൻ മുന്നിലേക്ക് എടുത്തു വെക്കുമ്പോ ആരോ കതകിനെ മുട്ടുകയാണ്. തുറന്നു കൊടുക്കുമ്പോൾ ഒരു തടവ് പുള്ളിയാ. അന്നത്തെ തടവ് പുള്ളികളുടെ ശൈലി എങ്ങനെയാണ്? കൈകാലുകളെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ആഹാരം വേണമെങ്കിൽ ആളുകളോട് തെന്ന് യാചിച്ച് ഭക്ഷണം കഴിക്കണമെന്ന നിയമമായിരുന്നു. അങ്ങനെ ഒരു തടവ് പുള്ളി വന്നതാണ് കഴിക്കാൻ. ആ പാവപ്പെട്ട സഹോദരന് അവശേഷിക്കുന്ന ഭക്ഷണം എടുത്തു കൊടുത്തു. ഹബീബായ നബി തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമയും മരുമകൻ അലിയും പട്ടിണി കിടക്കുകയാ. അന്ന് രാത്രി മദീനത്തുൻ നബവിയിലെ മസ്ജിദിലേക്ക് കടന്നുപോയി അള്ളാന്റെ ഹബീബിനെ കാണാൻ. ആ പള്ളിയിലേക്ക് ചെന്ന് വാടിക്കൊടഞ്ഞ മുഖം കണ്ടപ്പോ നബി തങ്ങളെ ചോദിച്ചു, അലിയേ എന്തു പറ്റി, ഭക്ഷണം കഴിച്ചില്ലേ? ഉണ്ടായ സംഭവം അലിയാർ തങ്ങളെ വിവരിച്ചു കൊടുത്തു. ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ നബി തങ്ങളെ ചോദിച്ചു, എന്റെ ഫാത്തിമ എവിടെ? എന്റെ ഫാത്തിമ എവിടെ? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ അലിയാർ തങ്ങൾ പറഞ്ഞു, നബിയെ ഫാത്തിമ വീട്ടിലുണ്ട്. നബി തങ്ങളെ മകളെ കാണാൻ വേണ്ടി വരുമ്പോ വാടിക്കൊടഞ്ഞ ചീരത്തണ്ട് കിടക്കും പോലെ ആ മുറിയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ വിശന്നിട്ട് കിടക്കുകയാ. മുത്തുനബിയുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. നയനങ്ങള് സജലങ്ങളായി അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീർത്തുള്ളികൾ കവിൾത്തടത്തിലൂടെ ചാലിട്ടൊഴുകി. ആ സമയത്ത് ജിബ്രീൽ വരികയാണ്. ഏഴാകാശങ്ങളുടെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, നബിയേ കരയരുത്, നിങ്ങൾ സങ്കടപ്പെടരുത്. ദുഃഖിതരായിരിക്കുന്ന ഫാത്തിമ അലി ദമ്പതിമാരോട് പറയണം, വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി, ആഗ്രഹത്തോടെ തന്റെ മുന്നിലേക്ക് എടുത്തു വെച്ച ഭക്ഷണം, ആ ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നവര്, ആഹാരം കൊടുക്കുന്നവര് ആർക്കാണ്? മിസ്കീനൻ ഒന്നാം ദിവസം മിസ്കീന്, വയതീമൻ രണ്ടാം ദിവസം യതീമിന്, വഅസീറൻ മൂന്നാം ദിവസം തടവ് പുള്ളിക്ക് കൊടുത്തവര്. അല്ലാഹു പ്രശംസിച്ചുകൊണ്ട് ആയത്തിറക്കിയിരിക്കുകയാ. നിങ്ങൾക്ക് അല്ലാഹു നല്ല കൂലി തന്നിരിക്കുകയാണ്. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് സന്തോഷമായി, അലി തങ്ങൾക്ക് ആനന്ദമായി, അല്ലാഹുവിന്റെ ഹബീബിന് അതിലേറെ സന്തോഷമായി. നമ്മൾ പട്ടിണി കിടക്കുമ്പോ കൊടുക്കാനൊരു മനസ്സുണ്ടാകണം. അതിന് ഇൻഷാ അല്ലാഹ് ഞാൻ അതിന് തയ്യാറാണ് എന്ന് മനസ്സിലൊക്കെ വലിയ ആഗ്രഹം ഉണ്ടാവും. അപ്പോഴാണ് അടുത്തൊരു കല്യാണത്തിന് വിളിച്ച് ചെക്കൻ വരാൻ താമസിച്ച് നിക്കാഹ് കഴിയാതെ ആഹാരം കൊടുക്കില്ല. നിന്ന് തളർന്ന് അവസാനം പറഞ്ഞു, ഒന്നാമത്തെ ട്രിപ്പ് ഇരിക്കാൻ പോവാണെന്ന് പറഞ്ഞു എങ്ങനെയോ ഓടിക്കരച്ച് ആ ഭക്ഷണ ഹാളിന്റെ മുന്നിലെത്തി. ആ ഭക്ഷണ ഹാളിന്റെ മുന്നിലെത്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എത്രയോ ആളുകൾ പുറകിലുണ്ട്. അങ്ങനെ തനിക്ക് മുന്നിൽ നിൽക്കാനൊരു അവസരം കിട്ടി. അവസാനം ഗ്രില്ല് തുറന്നു, അകത്ത് കയറിയപ്പോൾ ആളുകൾ കിട്ടിയ കസേരയിലൊക്കെ ഇരുന്നു. അവസാനം ഒരു കസേര മാത്രം ഒഴിഞ്ഞു കിടപ്പുണ്ട്. നീയുമുണ്ട്, നിന്നോടൊപ്പം ഒത്തിരി പേരാകട്ടെ അല്ലെങ്കിൽ ഒരാളാകട്ടെ, നിങ്ങൾക്കും വിശപ്പുള്ളതല്ലേ, ഇരുന്നോളൂ, നിങ്ങൾ കഴിച്ചിട്ട് മതി എന്ന് പറയാൻ വിശാല മനസ്സുള്ള ആരാ? നമ്മുടെ കൂട്ടത്തിലുള്ള. ബാക്കിയൊക്കെ അവിടെ കിടക്കട്ടെ, ബാക്കിയെല്ലാം അവിടെ നിൽക്കട്ടെ. വിശന്ന് വരുമ്പോ ആകെ ഒരു കസേരയുണ്ട്, രണ്ടുപേരും ഉണ്ട്. ഞാൻ പിന്നെ കഴിച്ചോളാം, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയാൻ യുത്ഇമൂന അലാ തുആം, യുത്ഇമൂന തുആം അലാ ഹുബ്ബി, അതിലേക്ക് ആഗ്രഹം നിൽക്കുമ്പോ വേണ്ട, നിങ്ങൾ കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറയാൻ ആർക്കാ കഴിയുക? ഇല്ല. പിന്നെങ്ങനെ നമ്മൾ വലിയാവുക? അപ്പോഴാണ് ഞാൻ പറഞ്ഞ മറ്റേ വലിയ നമ്മളാവുള്ള ഉറക്കത്തിലുള്ള വലി, അല്ലാതെ ആവൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് യുത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ, ഇതാണ് മൂന്നാമത്തേത്. ഭക്ഷണം കൊടുക്കണം. നിയത്ത് വെച്ചോളി, അല്ലാഹുവേ ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു ആടിൽ തുടങ്ങാൻ പോവാണ്, ഒരാടിൽ ഞാൻ തുടക്കം കുറിക്കാൻ പോവാൻ. എന്റെ ജീവിതത്തിൽ കഴിയുന്നതൊക്കെ ഞാൻ കൊടുക്കും, കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. സൽക്കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ, എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുമെന്ന് നിയത്ത് വെക്കുക. അവസാനം ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നാലാമത്തെ ക്വാളിറ്റി, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല, ഞാൻ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മളിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശം. ഒന്ന്, നമ്മൾ ഇതുപോലെ പട്ടിണിയാകുമ്പോൾ നമുക്ക് തിരിച്ചു തരണം. അല്ലെങ്കിലോ കാണുന്നിടത്തൊക്കെ വെച്ച് ഇവൻ എനിക്ക് ചാപ്പാട് വാങ്ങി തന്നവനാ, എനിക്ക് ഭക്ഷണം തന്നവനാ, എനിക്ക് വെള്ളം തന്നവനാ, എനിക്ക് ചായ വാങ്ങി തന്നവനാ എന്ന് പറയണം. ഇതിന് അറബി പറയുന്നത് ജസാ ഷുക്കൂർ എന്ന വാക്കാണ്. ജസാഉം ഷുക്കൂറും.
അല്ലാഹു പറയുന്നു ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയിട്ടാണ് ഞാൻ ഭക്ഷണം കൊടുത്തത്, ഞാൻ വയല് പറഞ്ഞത്, ഞാൻ വയല് കേട്ടത്, ഞാൻ വയല് സംഘടിപ്പിച്ചത്, ഞാൻ ആട് പറഞ്ഞത്, അരി പറഞ്ഞത്, ഞാൻ എഴുതിയത്, ഞാൻ സംഘാടകനായത്, ഇതെല്ലാം ലിവജ്ഹില്ലാ, എന്റെ പടച്ചവന് വേണ്ടിയാണ്, സൃഷ്ടികളുടെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ലാ നുരീദു മിൻകും ജസാൻ വലാ ശുക്റാ, എനിക്ക് നന്ദി വാക്കുകൾ വേണ്ട, എനിക്ക് പ്രത്യുപകാരവും വേണ്ട, എനിക്ക് വേണ്ടത് പടച്ചവന്റെ വജ്ഹ് മാത്രമാണ്, അള്ളാഹുവിന്റെ കൂലി മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന നിയ്യത്ത് നമുക്ക് ഉണ്ടാകണം. ഏത് കാര്യങ്ങളിലും അങ്ങനെ ഒരു തീരുമാനം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ അബ്റാർ എന്ന ആ വലിയ പദവിയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഒന്ന്, കടമകൾ നിർവഹിക്കുക. ആന ചുമക്കാൻ അല്ല പറഞ്ഞില്ല, മല ചുമക്കാൻ അല്ല പറഞ്ഞില്ല, സമുദ്രം താണ്ടിക്കടക്കാൻ അല്ല പറഞ്ഞില്ല, ആകാശത്തെ എത്തിപ്പിടിക്കാൻ അല്ല പറഞ്ഞില്ല, ഭൂമിയെ കൊത്തിപ്പിളർക്കാൻ അല്ല പറഞ്ഞില്ല. അല്ല പറഞ്ഞത് എന്താണ്? യൂഫൂന ബിൻ നദർ, കടപ്പാടുകൾ പൂർത്തീകരിക്കുക. ആരോടൊക്കെ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടോ അതൊക്കെ നിങ്ങൾ മര്യാദയ്ക്ക് പൂർത്തീകരിക്കുക. എന്നിട്ടോ യഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ, നാളെ പരലോകത്തെ പറ്റി നിങ്ങൾക്ക് ഭയമുണ്ടാകട്ടെ. മൂന്നാമത്തേതോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു യുത്ഇമൂന തുആം, കൊടുക്കേണ്ടവർക്ക് നിങ്ങൾ അന്നം കൊടുക്കുക. നാലാമത്തേത് ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ, ചെയ്യുന്നതൊക്കെ പടച്ചോന്റെ വജ്ഹിനാകും. ഈ 4 കാര്യങ്ങളും മതി അബ്റാറിൽ പെടാൻ. അള്ളാഹു ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് തൗഫീഖ് തരട്ടെ.